ഡോക്ടർ ഷാനവാസിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതില് ഡോക്ടർ ഷാനവാസിന്റെ പിതാവ് എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ഇതുവരെ പുറം ലോകത്തോട് പറയാത്ത, അല്ലെങ്കിൽ ആരും നിങ്ങളോട് അന്വേഷിക്കാത്ത, പോലീസ് പോലും ഈ കേസിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്നൊരറിവുണ്ട്. അത് വാസ്തവമാണോ? പോലീസുകാര് നമ്മൾ പറഞ്ഞു ശരിക്കും കണക്കിലെടുക്കില്ല. അവര് ഞങ്ങൾ സ്റ്റേഷൻ ചെയ്ത് പറഞ്ഞു, പിന്നെ വീഡിയോ വേണമെന്ന് പറഞ്ഞു. വീഡിയോ ഇല്ലാത്ത എന്താണ് പിന്നെ ഞങ്ങളുടെ കോട്ടയം കൊണ്ടുപോയി പറഞ്ഞു. പിന്നെ അങ്ങനെ ഷർട്ട് കൊണ്ട് വലിച്ചെറിഞ്ഞു ചോദിച്ചപ്പോൾ ആരെ കൊണ്ടുപോയി പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിക്കും അന്വേഷിച്ചിട്ട് നമ്മൾ തൃപ്തികരമല്ലാന്നൊരു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷർട്ട് കാണാനല്ല, ശരിക്കും കാണാൻ പാടില്ലല്ലോ. അത് കാണാൻ പാടില്ല, അത് വലിച്ചെറിഞ്ഞ് പോലീസ് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. ഷാനവാസ് അമിതമായിട്ട് മദ്യപിക്കുമായിരുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ആദ്യം അത് ഉണ്ടായിരുന്നു. ആദ്യം അമിതമായിട്ടില്ല, മദ്യപിച്ചിരുന്നു ഒരു 2-3 വർഷം മുമ്പ്. അത് നിർത്തി പശ്ചാത്തലിച്ച് മടങ്ങി നല്ല നിലയിലായിരുന്നു ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം എന്താന്ന് നമുക്കറിയില്ല. അത് വരെ തലേന്ന് വരെ അന്വേഷിച്ചില്ല. അത് ആ കാര്യം അറിയുന്നു. അതായത് 2-3 വർഷമായിട്ട് അന്നത്തെ ദിവസം അറിയില്ല. അന്ന് ഞാൻ പോയില്ലല്ലോ. അവര് പറഞ്ഞ അന്നത്തെ കാര്യം ഉദ്ദേശിച്ചു പറയാൻ നമ്മൾ മുറിയിലൊക്കെ കണ്ടത് അത് കാണില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ പറയില്ല. വേറെന്താ പറഞ്ഞത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല ആൽക്കഹോൾ എന്നല്ല, ഫ്രൂട്ടിക്ക് സമാനമായ ദ്രാവകമെന്നേ ഉള്ളൂ. അതെ അതെ, ഞാൻ കണ്ടു. മറ്റൊന്ന് ഞാൻ ചോദിക്കുന്നത്, ഈ ഷാനവാസിന്റെ മരണത്തിന് ശേഷം, ഈ മരണത്തിന് മുമ്പ് തുടർച്ചയായിട്ട് ഷാനവാസിനെ സന്ദർശിച്ചിരുന്ന അല്ലെങ്കിൽ ഷാനവാസിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? ആലീസും ആരിഫും പിന്നെ ജംസി പിന്നെ അസീറും നാലാള്. അസീർ ഇടവണ്ണക്കാരന്, മറ്റൊരു 3 അമ്പാട്ടേരാണ്. അനീഷാണ് സ്വന്തം ആള്. ഇപ്പൊ സ്ത്രീ പീഡനത്തിന് അറസ്റ്റിലായിരുന്നു ആ അനീഷ് തന്നെയാണ്. മറ്റൊരു കാര്യം എനിക്ക് അമ്മയോട് ചോദിക്കാനുള്ളത്, ഈ ഷാനവാസ് മരിക്കുന്നതിന്റെ തലേന്നാണോ അനീഷിനോട് ഉമ്മ സംസാരിച്ചത്? അവരെന്താ പറഞ്ഞേ? അന്ന് രാത്രി ഓനോട് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ തല്ലുടിങ്ങാണ്ട് ഇവിടെ നിക്കണോ, കാരണം ഓൻ ഗൾഫ് പോയാ പോരെ, പിന്നാലും പാവങ്ങളെ സഹായിച്ചോട്ടെ, 3 ലക്ഷമൊക്കെ ചുരുങ്ങിയത് കിട്ടൂലേ ശമ്പളം, ഒരു പാവങ്ങളെ സഹായിച്ചോട്ടെ. അതിനെന്താ ഞങ്ങൾ നിക്കണം, നാളെ തന്നെ അവനെ പറഞ്ഞയക്കണം ഗൾഫിക്ക്. ഓനെ കടങ്ങളുണ്ട്, ആ കടം വീട്ടാൻ കാറ് വെക്കുകയാണ്, അപ്പൊ ഞങ്ങൾ നാളെ തന്നെ പറഞ്ഞയക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരികയാണ്, എനിക്ക് നീ ഇവിടെ നിൽക്കാൻ പറ്റൂല, എന്റെ കുട്ടിനെ എന്താ പിന്നെ ഇടങ്ങാറാകുന്നത്, ഞാൻ അങ്ങോട്ട് വരികയാണ്. ഉമ്മ വരുന്നു വേണ്ട, DMO പരിഹരിക്കേണ്ടതാണിത്. പിന്നെ ഉമ്മ വന്നിട്ട് ഇവിടെ കാര്യമില്ല. അനീഷ് തലേന്ന് രാത്രി വ്യാഴാഴ്ച അനീഷ് അമ്മയോട് പറയാണ് നാളെ തന്നെ ഇവരെ ഞങ്ങൾ ഗൾഫിലേക്ക് വിടുന്നു. കാറ് വിട്ടിട്ട് കടം വിട്ടുന്നു പറഞ്ഞു. കാറ് വിട്ട് കടവും വിടുന്നു. പിന്നെ രാത്രി പിന്നെ മോള് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ മോള് പിന്നെ വന്നാട് പിന്നെ AC ഇട്ടണം, ചൂടെടുക്കണ്ടെന്നൊക്കെ ചോദിച്ചു വന്നു. അത് കഴിഞ്ഞ് രാവിലെ വൈകുന്നേരം ഞാൻ ഈ അറിയണത് ഓനെന്തോ പരിക്കുണ്ടെന്നാ എന്നോട് പറഞ്ഞത്, അല്ലാതെ മരിച്ചെന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പറഞ്ഞോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞ് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലല്ലേ പിന്നെ എന്താണ് പറ്റിയത്, അപ്പോഴാണ് ഞാൻ കുട്ടി മരിച്ചത് അറിയണത്. അപ്പൊ മോള് പറഞ്ഞു ഇങ്ങനെ സംഗതി നമുക്ക് അറിയേണ്ട ആൾക്കാർ വെറുതെ ഇതാവും, പ്രശ്നം ഉണ്ടാക്കണ്ട പറഞ്ഞോട് ഞാൻ സമാധാനിപ്പിച്ചു. അപ്പൊ മോള് പറഞ്ഞു ഇങ്ങനെ ആനീസ് പറഞ്ഞത് പിന്നെ ഓരോ കൊയക്ക് കാറിൽ കടന്നപ്പോ ഒരു കൊയക്ക് അപ്പൊ ഞങ്ങൾ പള്ളിക്ക കയറി. അതില് പിന്നെ അതായത് ഷാനു കുഴഞ്ഞ് കാറിന്റെ പുറകിൽ കിടക്കുമ്പോ പള്ളിയിൽ കയറി. ആശുപത്രി കൊണ്ടുപോയിട്ടില്ല, പള്ളിയിൽ കയറി ഞാൻ ഒരു പറഞ്ഞത്. പള്ളിയിൽ കയറി അപ്പൊ ഞങ്ങൾ വന്നപ്പോ ഒരു ഉണ്ടാട്ടില്ല. അപ്പൊ നല്ല ആൾക്കാരുണ്ടല്ലോ, എന്ത് കൂട്ടുകാരങ്ങള് പിന്നെ ഒപ്പം വല്ല ആള് പിന്നെ കൊയഞ്ഞെടുക്കുമ്പോൾ പള്ളിയിൽ കയറി. അപ്പൊ അവരെ വിളിച്ചു കാണുമ്പോൾ പള്ളിയിൽ കൊണ്ടുവച്ചു. അതിൽ ഇവനാണ് കരഞ്ഞ്. പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ജംഷിന്റെ കയ്യിൽ കൊടുത്തു. ജംഷിനോട് കൂടെ ഇങ്ങനെ എന്നെ ചോദിച്ചത്. അപ്പൊ ജംഷി കരഞ്ഞാണ് പല ഇല്ല കൊടുത്തത്. അങ്ങനെ കൂടെ ഇങ്ങോട്ട് വൈകുന്നേരം പറഞ്ഞു. അപ്പോഴാണ് ഇവര് തിങ്കളാഴ്ച വന്നപ്പോഴും ചൊവ്വാഴ്ച ഇവിടെ വന്നപ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ ഇതാണല്ലോ ഇവർ ചെയ്തൊന്നുമില്ല. എന്നാലും എനിക്ക് ആനീസിന് നല്ല സംശയമുണ്ട്. അനീഷിന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇവര് ഒരു കുറി കൂടലൂർ പോയെന്നാണ് പിന്നെ ചെവി അടിച്ചു പൊട്ടിച്ചത്. ഷാനവാസ് ഉമ്മാരോട് പറഞ്ഞിരുന്നു അനീഷ് ചെവി അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞിരുന്നു. അല്ല ഇങ്ങനെ പറഞ്ഞു അനീഷ് ചെവി അടിച്ചു പൊട്ടിച്ചില്ല മോനെ ചോദിച്ചു. അപ്പൊ മുന്നില പിന്നെ ഞാൻ ആരോടൊക്കെ പറഞ്ഞു, കൂട്ടുകാരോ ആരോ ഇവിടൊക്കെ പറഞ്ഞിട്ടുണ്ട്
അനീസ് ചെവി സംശയം അനീസിന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തോ വായ പൊത്തിയത്. എന്റെ ഏട്ടത്തിനോട് എന്താ പറഞ്ഞത് അറിയോള്? പിന്നെ ഓന് മരിച്ച് പിന്നെ എന്തെന്റെ കുട്ടിക്ക് പറ്റിയ ഞങ്ങൾ രണ്ടാളും പിരിഞ്ഞിട്ടുള്ളൂ. ഓരോ ഭക്ഷണം കൊടുത്ത് ഞാൻ ചപ്പാത്തി ഇതൊക്കെ തിന്ന് പോയതാണല്ലോ. പിന്നെ എന്താ പറ്റിയത് ചോദിച്ചപ്പോ പിന്നെ ഓൻ പറഞ്ഞു പിന്നെ ഛർദിച്ചപ്പോ ഓൻ വായ പൊത്തി, ഓനെ കാലിൽ ഇതാക്കണ്ടായിരുന്നു വായ പൊത്തിയതാണ് പറഞ്ഞു. അപ്പൊ ഓള് ചോദിച്ച് വായ പൊത്തിയാൽ എങ്ങനെ മരിക്കുക ചോദിച്ചു. അപ്പൊ ഓന് ഉണ്ടാതെ ആൾക്കൂട്ടത്തിൽ ഷാനുവിന്റെ ഛർദിച്ചപ്പോ ഷാനുവിന്റെ വായ അനീസല്ല അവനെ അന്നെ പൊത്തി അപ്പൊ ഓള് പറഞ്ഞ് ഒരാൾ നമ്മൾ സ്വയം പൊത്തിപ്പൊടിച്ചാൽ എങ്ങനെ മരിക്കുക ചോദിച്ചു. അപ്പൊ അത് പറഞ്ഞപ്പോ ഓനോട് ഇറങ്ങിപ്പോയി, ഉണ്ടാതെ ഇറങ്ങിപ്പോയി ആൾക്കൂട്ടത്തിൽ. പിന്നെ ഓനെ കണ്ടിട്ടില്ല, ഇന്നതുവരെ കാണാൻ ഇത് വന്നിട്ടില്ല. സുനിലാണ് ഞാൻ സുബൈക്ക് വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പൈസ തരാണ്ടോ, അനവാസിനായിട്ട് നല്ല ബന്ധല്ലേ, അപ്പൊ എനിക്കും ഫോൺ തരലുണ്ട്, വളരെ ഞാൻ സംസാരിക്കലുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും പൈസ തരാണ്ടോ ഇല്ലതിലാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഓള് പറഞ്ഞ് പിന്നെ ഇല്ലമ്മ എനിക്ക് സാധനമൊന്നും തരാല്ല, സാധനം ഇങ്ങനെ ഒസിയത്ത് പറഞ്ഞാനൊക്കെ കാണാൻ ബുദ്ധിമുണ്ട്. പിന്നെ ഉമ്മാന്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് സാധനം പറഞ്ഞു, ഉമ്മക്ക് നല്ല നല്ല വെക്കാൻ വെക്കുന്നൊക്കെ പറയലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ മരിച്ചിന്റെ പിറ്റേന്നോ ഇപ്പൊ എനിക്ക് ബിരിയാണി വെക്കാനും പറ്റൂല. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കാണാൻ വരാൻ ഞാൻ ബുധനാഴ്ച അങ്ങനെ പോകും. ഓളിങ്ങനെ സുഖമില്ലാതെ നിൽക്കല്ലേ, അപ്പൊ ഞാൻ പോകുന്നതാണ്. അതിന് ഓളം പിന്നെ ഓള് പറഞ്ഞ് എന്നാ അമ്മ ഞാൻ വരട്ടെ, ഞാൻ സാധനം സിയത്തുണ്ട്. പിന്നെ ആരിസിന് പിന്നെ ATM കാർഡ്, സുനിതാന്റെ ATM കാർഡും പിന്നെ ആരിഫിന്റെ ATM കാർഡും അസീറിന്റെ ATM കാർഡും ഞങ്ങൾക്ക് തരണം. പിന്നെ ഒരു ആഷ് കളറിലെ ടീഷർട്ടും ഒരു വെള്ളക്കള്ളി ഷർട്ടും അതും വേണമെന്നാണ്. അപ്പൊ പിന്നെ നമ്മളിപ്പോ അപ്പോഴെങ്കിലും നമുക്ക് ഓർമ്മയില്ല, ഇവര് ഓർമ്മ നല്ല സ്നേഹത്തിലല്ലേ, ഇവര് ഞാൻ വാതിൽ കൂടി തുറന്നു കൊടുക്കുന്നില്ല. ഓടി തുറന്ന് സുനില അമ്മാൻ എന്ന് പറയുന്നത് എറണാകുളത്തുള്ള സ്ത്രീയാണ്. അവര് ഈ വാക്കാണ് ഒസിയത്ത് പറഞ്ഞോട്. പിന്നെ ഒസിയത്ത് എന്ന് പറയുമ്പോ മരിക്കുന്നവർ പറയുന്ന കാര്യമല്ലേ, അതെങ്ങനെയാണ് സുനില പറയുന്നത് ഒസിയത്ത്? ഷാനു ഒസിയത്ത് പറയുന്നത് അപ്പൊ എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞ സ്കെച്ച് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഫോൺ ചെയ്തത്. അപ്പൊ ഓൾക്ക് പല ഇന്റെ ഫോണില്ല, അപ്പൊ പല ഫോണിലാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഓള് പറഞ്ഞു ഇങ്ങനെ ഒസിയത്തുണ്ട്. ഒസിയത്ത് തന്നെയാണ് പറഞ്ഞത്. ഒസിയത്ത് തന്നെ പറഞ്ഞത്. ഷാനിന്റെ ഒസിയത്തുണ്ട് ഒക്കെ ആനീസിന് പിന്നെ കൊടുക്കാന്, ആനീസിന് കൊടുക്കാനും പറഞ്ഞാണ്. ഒസിയത്ത് പറഞ്ഞിരിക്കുന്നു അവന്റെ സാധനങ്ങൾ പിന്നെ കൊടുക്കാൻ, ഈ ഷർട്ടുകള്, ATM കാർഡുകള് ഒക്കെ കൊടുക്കാൻ. ലാപ്ടോപ്പും മൊബൈലും ഒക്കെ ചോദിച്ചിരുന്നു. അത് പിന്നെ ചോദിച്ചിരുന്നല്ലോ, പറഞ്ഞു ഞാൻ പോയാൽ ചോദിച്ചിരുന്നു. അതിലാണ് ഇപ്പൊ പിന്നെ അത് കൊടുത്തോ? അല്ല അതൊന്നും കൊടുത്തില്ല, ഇപ്പൊ കൊടുത്തിട്ടില്ല. അപ്പൊ മേടിച്ചു. ഉപ്പായോടാണോ സുനില ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചത്? ലാപ്ടോപ്പ് വേണം, വാച്ച് വേണം, കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സുനില പറഞ്ഞു. അതൊന്നും കൊടുത്തില്ല. ഈ ഡയറി അതുകൊണ്ട് ഡയറി അതിന് പിന്നെയാണ് ചൊവ്വാഴ്ച അത് ഞാൻ വിളിച്ചില്ലേ, ഞാൻ തിങ്കളാഴ്ച രാവിലെ വിളിച്ചത്. അപ്പൊ ചൊവ്വാഴ്ച രാവിലെ ഇവര് വന്നേ എടുക്കണം ഈ അടുത്തുനിന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് ഫാസിലും ഉണ്ട് വന്നത്. ഫാസിൽ ദുബായിന്ന് വന്ന്. പിന്നെ സർഫുണ്ടില്ലേ, സർഫുണ്ട്. പിന്നെ അസീറില്ല, അസീറാണ് ദുബായിക്കൊക്കെ പോയതാണ്. ജംഷി ഉണ്ട്, ആരിഫുണ്ട്, ആനിസുണ്ട്. പിന്നെ ആനിസിന്റെ ഒരു കൂട്ടുകാരൻ ജംഷി, പിന്നെ ജമ്മാസ് പറഞ്ഞൊരു ആണ്. ഓരൊക്കെ പാടെ വന്ന് ഓരൊക്കെ വർത്താനം പറയുന്നതുകൊണ്ട് പിന്നെ അപ്പോഴാണ് പോലീസും അന്ന് മൊഴി എടുക്കാൻ വന്നു. എന്നോട് മൊഴി ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, മൊഴി എടുത്തിട്ടില്ല. ഇല്ല. പിന്നെ ഞങ്ങൾ മൊഴി പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എഴുതി കൊടുത്ത് ഇതൊക്കെ ഈ ഡയറി കൊണ്ടായാലും എല്ലാ കാര്യങ്ങളും എഴുതി കൊടുത്തു. ഇതുവരെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. പിന്നെ അന്ന് ഞാൻ SI-നോട് പറഞ്ഞത് എന്താ അമ്മ പിന്നെ നിങ്ങളെ മോനേതാനും മരിച്ചില്ലേ, പിന്നെ എന്തിനമ്മ ഇതിന്റെ ബാക്കിൽ നടക്കുന്നത് ചോദിച്ചു. ഒരു അവിടുത്തെ SI ഇടവണ്ണത്തെ ഇടവണ്ണല്ലേ. എന്നാ ചോദിച്ചാ? അത് മാർച്ചിലാണ്, കഴിഞ്ഞ മാർച്ചില്. ഞാൻ വന്നതിന് ശേഷം ജൂണിലാണ്. അതായത് ഷാനവാസ് മരിച്ച ശേഷം അപ്പൊ പണ്ട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഒപ്പിട്ട് കൊടുക്കൂല. എന്താ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു? കേസില് എന്താ ഫുട്ബോളിൽ കുടുങ്ങി മരിച്ചാണ് കേസ് ഡ്രോപ്പ് ചെയ്തതാണ്. പറഞ്ഞു ഇവിടെ എനിക്ക് സംശയമുണ്ട്, ബാക്കി അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഒപ്പിട്ടില്ലേ ആക്കുന്നുണ്ടാവും. വിഷയമായിട്ടൊന്നുമില്ല അറിയാട്ടും അറിയില്ല. ഞങ്ങള് പരാതി കൊടുക്കുന്നില്ല. പരാതിനെ കൊണ്ട് ഏൽപ്പിച്ച് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇങ്ങനെ ഇന്ന് എല്ലാ കാര്യങ്ങളും ശ്രീകാന്ത് രാവിലെ വന്ന് പിന്നെ ഡയറികളൊക്കെ കൊണ്ടുപോയി മോനോട് ചോദിച്ചിട്ടാ കൊണ്ടുപോയത്. അപ്പൊ മോന് പറഞ്ഞു മോൻ നോക്കിയിട്ടൊന്നുമില്ല, ഞങ്ങളിത് കൊണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോ അതിന് കണക്കൊക്കെയാണ്. ഞങ്ങൾ രണ്ടാളാണ് വന്നത്. അപ്പൊ മോൻ പറഞ്ഞു പിന്നെ എന്നാ കൊണ്ടോയിക്കോട്ടെ ഒരു ചാറ്റി നടത്താനല്ലേ. അപ്പൊ പിന്നെ അത് ഞാൻ പറഞ്ഞു എന്തിനാ ബാബു ഡയറി കൊടുത്തത് ചോദിച്ചു. ഞാൻ അവിടെ ഓരോ കോണിന്റെ അവിടെ ഞാൻ നിൽക്കുകയാണ്, ഈ കവറും പിടിച്ചിട്ട് മോനെ
ഷർട്ടിന്റെ ഒരു കവറുണ്ട്, ആ കവറിലാണ് ഈ ഷർട്ടും ടീഷർട്ടും ഒക്കെ ഇട്ട് ഡയറി 4 എടുത്തത്. പിന്നെ അപ്പൊ ഇപ്പാന്റെ ATM കാർഡിന് കാത്തുക്കവര്. അപ്പൊ ഞാൻ നിസ്കരിക്കുകയാണ്. അപ്പൊ ഇവര് നടുവത്ത് ഞങ്ങളെ കൊണ്ടുപോയല്ലോ, നടുവത്ത് കൊണ്ടുപോയി ആ മറ്റേ കുടിയിരിക്കലിനാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയിട്ട് താക്കോൽ കൊടുക്കാനാണെന്ന് പറഞ്ഞാണ് അവർ കൊണ്ടുപോയത്. അതിന് മോളിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങാ പോകരുതൊക്കെ പറഞ്ഞ് പിന്നെ പർദ്ദയൊക്കെ ഊരി വെച്ച് പിന്നെ രണ്ടാമത് പറഞ്ഞ പിന്നെ ഇടിപ്പിച്ച് സുനിലാറിന് പിന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി കൂലി കിട്ടുന്ന കാര്യല്ലേ ഇപ്പൊ വെടി ഇറങ്ങാണ്. അങ്ങനെ പോയും ചെയ്താൽ എന്റെ അടുത്ത് അത് നോക്ക് തലമീനും ഒരു വെള്ളം കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പിടിച്ചെന്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഓരോ കൈ പിടിച്ചാനും ഇല്ല കാല് പിടിച്ചാനും ഇല്ല. പിന്നെ ഒരു വേറെ കാറിൽ പോയി ഞങ്ങളങ്ങോട്ട് പറഞ്ഞു. അപ്പൊ വേറെ വീട് എന്തോ നന്നാക്കി കൊടുത്തിരുന്നു, അതിന്റെ ഫോട്ടോ എടുക്കാനോ എന്താ അറിയില്ല. അതായത് ഉമ്മയെ ഇവിടെ നിന്ന് നിർബന്ധിച്ചു കൊണ്ടുപോയി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചു കൊണ്ടുപോയി കാറിലൊക്കെ കൊണ്ടുപോയി തിരിച്ച് എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ ഓർത്തിട്ട് അവരവിടെ ഞങ്ങൾ വേറെ കാറിൽ പോന്ന്, മോന്റെ കാറിൽ പോന്ന്, ഡ്രൈവർ ഉണ്ടായിന് മോന്റെ കാറിൽ പോന്ന്. പിന്നെ ഇവര് കുറച്ച് കഴിഞ്ഞിട്ടാ വന്നത്. എന്നിട്ടാണ് പിന്നെ ഇവര് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ ഈ ഡയറി ഇതൊക്കെ കൊണ്ടുപോയത്. ഉമ്മായിട്ട് സംശയമുണ്ടോ ഷാനവാസിന്റെ മരണം സാധാരണ ഒരു മരണമാണോ അല്ലെങ്കിൽ അപായപ്പെടുത്തിയതാണോ? അമ്മയുടെ എന്താ ചിന്ത? എനിക്ക് ചിന്ത പിന്നെ അവനെ ആരോ കൊന്ന, അല്ലെങ്കിൽ അത്ര നോ ക്ലിയർ ആവില്ല. നമ്മൾ തെറ്റ് ചെയ്യാത്ത ഒരാളുണ്ടാവില്ലല്ലോ. അപ്പൊ തെറ്റ് ചെയ്തും കൂടി ഓരോ തെറ്റും കൂടി മറ്റവന് മരിച്ചെടുക്കുന്നത് അത്ര ക്ലിയർ ആണ് മുഖം മരിച്ചു കിടക്കണത്. അപ്പൊ അത്ര ഈമാൻ കിട്ടണമെങ്കിൽ കുറച്ചൊരു ഇത് വേണ്ട, വേറെ ഒരാള് ചെയ്യാതെ എന്തായാലും ഉമ്മ ബലമായിട്ട് സംശയിക്കുന്നുണ്ട് എന്റെ മകനെ കൊന്നതാണെന്ന്. ആനീസിന് എനിക്ക് നല്ല സംശയം, അനീഷിന് നല്ല സംശയമുണ്ട്. ഉപ്പായ്ക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഷാനവാസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആൽക്കഹോളിക് കണ്ടന്റ് കണ്ടിട്ടില്ല, ഫ്രൂട്ടിക്ക് സമാനമായ ദ്രാവകമാണെന്നാണ് പറയുന്നത്. ഈ കേസന്വേഷണം കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ പോകുന്നതിന് ചിലപ്പോ ഒരു റീ പോസ്റ്റ്മോർട്ടത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, നിങ്ങൾ മുസ്ലിംസ് ആണല്ലോ, അത്തരത്തിലൊരു സാഹചര്യം മയ്യം കബറിൽ നിന്ന് എടുത്തിട്ട് റീ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഉപ്പായുടെ അഭിപ്രായം അതിലെന്താണ്? അതിന് ഉപ്പ തയ്യാറാണോ? തയ്യാറാണ്, റീ പോസ്റ്റ്മോർട്ടം തയ്യാറാണ്. ഒരു വിഷയവും ഈ കേസ് തെളിയിക്കാൻ തയ്യാറാണ്. അതില് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമുക്ക് സത്യം അറിയാം. എപ്പോഴും മരിക്കോളം നമുക്ക് ഇപ്പൊ മനസ്സിലുണ്ടാവുമല്ലോ കുട്ടിക്ക് എന്താ സംഭവിച്ചത്. ആരെ കൊടുക്കണം ആരെ കൊടുക്കണം ഒന്നുമില്ല, ആരെ പറ്റി ഒരു അഭിപ്രായം പറയില്ല. സത്യം അറിയാം നമുക്ക്, സത്യം. കേസ് റീപോസ്റ്റ്മോർട്ടം എന്താണെന്ന് ചെയ്യാൻ തയ്യാറാണ്. എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു കുഴപ്പമുണ്ടായില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. വെറുതെ ഒരു ഛർദിൽ മരിച്ചു പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഛർദിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഛർദിച്ചപ്പോ അക്ഷരം ഉള്ളിപ്പോയാണ് എങ്ങനെ പോയത് നമുക്ക് അറിയാം. മായ കുട്ടികൾ പോയി ഒരാൾ പറഞ്ഞ് ഇനി ഛർദിച്ചാൽ അത് കണ്ടു കളിച്ചാൽ പറയുന്നത് അത് മൊഴിയില്ല എന്ന് പറയുന്നത്. അതെന്താ പ്രശ്നം അതറിയാം, നമുക്ക് കാര്യം മുമ്പ് അറിയില്ലോ. അത് തെളിയണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു റീപോസ്റ്റ്മോർട്ടമായിട്ട് പോകാൻ തയ്യാറാണ്. ഈ കേസ് തെളിയണം, ഏതറ്റം വരെ നിങ്ങൾ